मांगू मेट्रो में मांगू हम लेके रहेंगे वो मनुवाद से। ഡൽഹിയിലെ ജന്തർ മന്തറിൽ ഈ അടുത്ത ദിവസങ്ങളിൽ നടന്നത് വെറും ഒരു സാധാരണ പ്രൊട്ടസ്റ്റ് മാത്രമല്ല. ഇന്ത്യയിലെ യൂത്തിൻ്റെ ഫ്രസ്ട്രേഷൻ്റെ ഒരു സിമ്പിളായി മാറുകയാണിത്. ലക്ഷക്കണക്കിന് സ്റ്റുഡൻസും പാരൻസും യങ് പ്രൊഫഷണൽസും ഒരു ചോദ്യം മാത്രമാണ് ചോദിക്കുന്നത്: ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ ഫ്യൂച്ചറും ഈ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ സുരക്ഷിതമാണോ? നീറ്റ് എക്സാം പേപ്പർ ലീക്കിനെതിരെയും അത് കാരണം മരിച്ച സ്റ്റുഡൻസിൻ്റെ ജീവന് വേണ്ടിയും പീസ്ഫുള്ളായ ഒരു സമരം ചെയ്ത സോനം വാങ്ചുക്കിനെ ഗവൺമെൻറ് നിർബന്ധിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. അതിനെതിരെ സമരം ചെയ്ത വിദ്യാർത്ഥികളെ ഡൽഹി പോലീസിനെ ഉപയോഗിച്ച് ലാത്തി ചാർജും ചെയ്യുന്നു. പക്ഷേ ഇതാണ് മോദി ഗവൺമെൻറ് ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ പൊളിറ്റിക്കൽ ഡിറക്ഷനെ തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വിപ്ലവത്തിന്റെ തുടക്കമാണ്. I've got an itch I can't scratch, I'm missing a piece that completes a whole part of me, an open wound scar to see. Everybody come here, gather round, welcome to the freak show, the best in town. ജൂലൈ 20 നടന്ന ലാത്തി ചാർജ് അല്ല ഗവൺമെൻറ് പറ്റിയ ഏറ്റവും വലിയ മിസ്റ്റേക്ക്. പക്ഷേ സത്യം എന്താന്ന് വെച്ചാൽ ലാത്തി ചാർജ് എന്നത് ലാസ്റ്റ് മിസ്റ്റേക്ക് മാത്രമായിരുന്നു. അതിനു മുന്നേ ഗവൺമെൻറ് 2 വലിയ തെറ്റുകൾ കൂടെ ചെയ്തു. ഒന്നാമത്തെ മിസ്റ്റേക്ക്, ഇഗ്നോറിങ് ദ പ്രൊട്ടസ്റ്റ്. ഗവൺമെൻറ് യൂഷ്വലായിട്ട് ചെയ്യുന്നൊരു സ്ട്രാറ്റജി ഉണ്ട്. എന്ത് പ്രൊട്ടസ്റ്റ് ഉണ്ടെങ്കിലും അതങ്ങനെ ഇഗ്നോർ ചെയ്യുക. ജൂൺ 26 സോനം വാങ്ചുക് നിരാഹാര സമരം ചെയ്യുന്നത്. അതപ്പോൾ തന്നെ സംസാരിച്ച് മരിച്ചുപോയ കുട്ടികളുടെ ഫാമിലിക്ക് വേണ്ട സഹായങ്ങൾ കൊടുത്തെങ്കിൽ ഇത് ഇതുവരെ ആകില്ലായിരുന്നു. ഇനി രണ്ടാമത്തെ മിസ്റ്റേക്ക്, ഫോഴ്സിങ് സോനം വാങ്ചുക് ടു ദ ഹോസ്പിറ്റൽ. ജൂലൈ 18 16 ദിവസമായി നിരാഹാര സമരം ചെയ്യുന്ന സോനം വാങ്ചുക്കിനെ പോലീസ് ഫോഴ്സ് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു. ഗവൺമെൻറ് കരുതിയത് പ്രൊട്ടസ്റ്റ് തീരുമെന്നാണ്. പക്ഷേ സിമ്പതി എന്താണെന്നും സോഷ്യൽ മീഡിയ ഉണ്ടെന്നും അവർ മറന്നുപോയി. സമാധാനമായി നിരാഹാരം ചെയ്യുന്ന വാങ്ചുക്കിനെ പോലീസ് ഡ്രാഗ് ചെയ്ത് വിഷ്വൽ വൈറലായപ്പോൾ തന്നെ ജന്തർ മന്ദിറിലെ ക്രൗഡ് 1000 നിന്ന് 50,000 മാറുന്നു. കടന്ന 12 വർഷമായി സർക്കാർ എന്ത് പ്രതിഷേധങ്ങൾ വന്നാലും പ്രയോഗിക്കുന്ന ഒരു ഫോർമുലയുണ്ട്. സിമ്പിളാണ്, ബട്ട് എഫക്റ്റീവാണ് സാധനം. ഒന്നാമത്തത് സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. പക്ഷെ അത് ഈ തവണ വർക്കായില്ല, അത് നമ്മൾ ഓൾറെഡി സംസാരിച്ചു. ഇനി രണ്ടാമത്തത്, सो अभी बैंगलोर में वाटर क्राइसिस चल रहा है. बीएमसी ने बस एक नोटिफिकेशन दिया, दे गोइंग टू कट द वाटर सप्लाई. ये जो आर्गुमेंट करने वाले लोग हैं ना, हाँ, ये सबसे देश में एंटी नेशनल. പ്രൊട്ടസ്റ്റേഴ്സിനെ ആൻറ്റി നാഷണൽ, അർബൻ നക്സൽ ഓർ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് എന്ന ലേബൽ ഇടുക. CJPനെ ഫണ്ടഡ് പാർട്ടി എന്നൊക്കെ പറഞ്ഞ് ഈ പ്രൊട്ടസ്റ്റ് തകർക്കാൻ അവർ കുറേ നോക്കി. പക്ഷേ ഇത് CJPയുടെ പ്രൊട്ടസ്റ്റ് അല്ല, ഇത് ഇന്ത്യയുടെ പ്രൊട്ടസ്റ്റാണ്. ഇന്ത്യയിലെ യൂത്തിൻ്റെയും ഇന്ത്യയിലെ പാരൻസിൻ്റെയും ഇന്ത്യയിലെ എല്ലാ സെൻസിബിൾ ആളുകളുടെയും പ്രൊട്ടസ്റ്റാണ്. ഇനി മൂന്നാമത്തത്, മീഡിയ യൂസ് ചെയ്ത് വിഷയം മാറ്റാൻ നോക്കി. ഇന്ത്യയിലെ മിക്ക മീഡിയയും ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അവർ മറന്നുപോയ ഒരു കാര്യമുണ്ട്. ഇത് ഡിജിറ്റൽ ഏജ് ആണ്. ലെഗസി മീഡിയയോട് ഉള്ള ട്രസ്റ്റ് നമുക്ക് എപ്പോഴേ നഷ്ടപ്പെട്ടു. ദിസ് ഇസ് ദ ടൈം ഓഫ് സോഷ്യൽ മീഡിയ. ഫൈനലി ഗവൺമെൻറ്റിന് ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. അവരുടെ കയ്യിൽ 3 ഓപ്ഷനായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നാമത്തത് യൂഷ്വൽ ഇന്ത്യൻ പൊളിറ്റിക്സ്. ഗവൺമെൻറ് യൂസ് ടു ആയ ഒരു മെത്തേഡ് ഉണ്ട്. ഏതെങ്കിലും ഒരാളെ എടുത്ത് പ്രതിയാക്കുക, എന്നിട്ട് 2-3 മീറ്റിംഗ് നടത്തുക, എന്നിട്ട് കുറച്ച് കോമ്പൻസേഷൻ കൂടെ കൊടുത്ത് അതങ്ങനെ ഒതുക്കുക. വർഷങ്ങളായി നമ്മൾ കാണുന്ന മെത്തേഡ്. ഓപ്ഷൻ 2, ക്രഷ് ദ മൂവ്മെൻറ്റ്. അത് ചെയ്യാൻ അവർ നന്നായി നോക്കി. ജൂലൈ 18 വാങ്ചുക്കിനെ ഫോഴ്സ്ഫുള്ളി കൊണ്ടുപോയത് ഒന്നാമത്തത്. അത് കഴിഞ്ഞ് ജൂലൈ 20 പ്രൊട്ടസ്റ്റേഴ്സിനെ ഡൽഹി പോലീസ് യൂസ് ചെയ്ത് അടിച്ചോടിക്കാൻ നോക്കിയതും ഇതിനു വേണ്ടിയായിരുന്നു. പക്ഷേ ഇതൊന്നും നടന്നില്ല. സോ അവർ ഓപ്ഷൻ 3 ചെയ്യേണ്ട വന്നു, കംപ്ലീറ്റ് സറണ്ടർ. ഫൈനലി ഗവൺമെൻറ്റിന് ആകെ ഉണ്ടായ ഓപ്ഷൻ കംപ്ലീറ്റ് സറണ്ടറായി. അല്ലെങ്കിൽ ആകെ ഉണ്ടായ ഓപ്ഷൻ കംപ്ലീറ്റ് സറണ്ടർ ആക്കി നമ്മൾ. ജൂലൈ 25, 2026 എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എക്സ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചു. BJP ഗവൺമെൻറ്റിന് ഈ നടന്ന സംഭവം വലിയ ഒരു പൊളിറ്റിക്കൽ പ്രൈസ് കൊടുക്കേണ്ടി വരും. 2029 ഇലക്ഷനിൽ ജനങ്ങൾ ഈ പ്രൈസ് BJP ഗവൺമെൻറ്റിന് കാണിച്ചു കൊടുക്കുമോ എന്ന് നമുക്ക് കണ്ടേ അറിയുള്ളൂ.
ഇതൊക്കെ ജസ്റ്റ് പേപ്പർ ലീക്കിൻ്റെ ഫൈറ്റ് അല്ല, പക്ഷേ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. പ്രദീപ് മേഘ്വാൾ, ഋത്തിക് മിശ്ര, അനുഷ്ക പാണ്ഡ്യ, ഭാഗ്യശ്രീ, ഈ പേരുകൾ വെറും നമ്പേഴ്സോ ഹെഡ്ലൈൻസോ അല്ല. 7 വർഷത്തിൽ 70 പേപ്പർ ലീക്സുകൾ, എത്തനോൾ സ്കാം, രാമന്തർ സ്കാം, അങ്ങനെ പല സ്കാം. ദിസ് ഈസ് നോട്ട് എ പ്രൊട്ടസ്റ്റ് ഓഫ് CJP, കോൺഗ്രസ് ഓർ കമ്മ്യൂണിസ്റ്റ്. ദിസ് ഈസ് ദ പ്രൊട്ടസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എഗെയിൻസ്റ്റ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇനിയെങ്കിലും ഗവൺമെൻറ് ഇത് മനസ്സിലാക്കുക. നിങ്ങൾ മാറിയില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ മാറ്റും. ജയ് ഹിന്ദ്.